സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ വന്നത് മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റിൻ്റെ നമ്മളെ സർവൈവൽ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്പ്രൂസിൻ്റെ ജംഗിൾ കണ്ടെത്തി. ഇങ്ങോട്ട് സ്പ്രൂസൊക്കെ നമ്മൾ ഉണ്ടാക്കി. സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. സോ നമ്മളിത് കുറേ വുഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിൽഡ് ഉണ്ടാക്കണം. നമ്മളെ പ്ലാനിങ് ഏരിയ, നമ്മൾ ഈ ഒരു വേൾഡിലോട്ട് ഉണ്ടാക്കാൻ പോകുന്ന മെഗാ ബേസ്, മെഗാ ബിൽഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഏരിയ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെ വേൾഡിലെ ഫസ്റ്റത്തെ ബിൽഡും ആയിരിക്കും. സോ നമുക്ക് അത് ഉണ്ടാക്കാം. നിങ്ങൾ അതിൻ്റെ റീപ്ലൈ കണ്ടിട്ടോ. ഓക്കെ.
ഓക്കെ, സോ നമ്മൾ ഇതാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ട്. നമ്മളിവിടെ കുറച്ച് ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് എന്തെങ്കിലും ചെസ്റ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിത് ഇവിടെ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, എന്താ പറയുക അതിന്, മറ്റേ ലാങ്ടേൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചാലോ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു രസമാവും, പക്ഷേ ബോറാവും. മറ്റേ ബാക്കിൽ നോക്കുമ്പോൾ ബോറാവാൻ അറിയത്തില്ല. നമുക്ക് കുറച്ച് ചെസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കാം. എത്ര എണ്ണം ഉണ്ടാക്കേണ്ടി വരും? ഒരു 5 എണ്ണം ഉണ്ടാക്കാം അത്യാവശ്യത്തിന്. ഓക്കെ, 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്കിത് ഇവിടെ അടുക്കി എത്തിക്കാം. ചെസ്റ്റ് വെച്ചത് രസമില്ലല്ലേ? ഇത് ബാരൽ വെച്ചാലോ? നമ്മളിത് ബാരൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വെച്ചേക്കാം. ബാരലാണ് കുറച്ചും കൂടി രസമായിട്ട് തോന്നുന്നത്. നമുക്ക് അടിയിൽ വയ്ക്കല്ലേ? നമ്മൾ 3 ബാരൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇവിടെയും കൂടി വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന്, ഇത് നമുക്ക് ഇതിലിടാം. വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അയൺ കാര്യങ്ങളൊക്കെ ഇതിലോട്ടിടാം. അതൊക്കെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിൽ വുഡ് കാര്യങ്ങളിടാം. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഇടാം. ഓക്കെ, ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലോട്ടിട്ടുണ്ട്. നമുക്ക് ഈ ട്രാപ്പ് ഡോറും കൂടി ഇതിലേക്ക് ഇട്ടാം. ഓക്കെ, പിന്നെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ ലൈക്കൊക്കെ കുറവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. 10 ലൈക്കൊക്കെ ഉള്ളൂ. നിങ്ങൾ ലൈക്കൊക്കെ 20ഒക്കെ ആക്കുക. കുറേ ആൾക്കാർക്ക് ഷെയറൊക്കെ ചെയ്യാനൊക്കെ നോക്കുക. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഷെയ്ഡർ ഇട്ട് നോക്കാൻ. സോ നമുക്ക് ഷെയ്ഡർ ഇട്ട് നോക്കാം. നമുക്ക് വലിയ ഹൈ ഷെയ്ഡറൊന്നും ഇടാൻ പറ്റില്ല, കാരണം എൻ്റെ ലാപ്ടോപ്പിന് താങ്ങാൻ കഴിയില്ല. സോ അതിനെക്കൊണ്ട് നമ്മൾ ഹൈ ഷെയ്ഡറൊന്നും ഇടാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം ലോ ആയിട്ടുള്ള ഷെയ്ഡർ ഇട്ടുണ്ട്. സോ ഷെയ്ഡർ ഇട്ടാൽ തന്നെ അത്യാവശ്യം ലാഗ് ആവും. FPS ഒക്കെ ഡ്രോപ്പ് ആവുന്നുണ്ട്. ഒരു 30 FPS ഒക്കെ മിനിമം കിട്ടുള്ളൂ. മാക്സിമം പോയൊരു 60 അത്ര കിട്ടുള്ളൂ. നമ്മൾ ഷെയ്ഡർ ഇടാതെ കളിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം കിട്ടും. അതിനെക്കൊണ്ടാണ് ഞാൻ ഷെയ്ഡർ ഇടാതെ കളിക്കുന്നത് തന്നെ. പിന്നെ നിങ്ങൾ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഇപ്പം ഒന്ന് ജസ്റ്റ് ഇട്ടതാണ്. സോ ഇതാണ് ഷെയ്ഡർ ഇട്ടാനുള്ളത്. നമുക്കിവിടെ ഡേർട്ട് വെച്ചൊന്ന് ഫ്ലാറ്റ് ആക്കി ഈ ഒരു ഏരിയ. ഇവിടുന്ന് കുറച്ച് ഡേർട്ട് എടുത്തിട്ടേ നമുക്കവിടെ ഫ്ലാറ്റ് ആക്കാം. നമ്മളിത് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കാർപ്പറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നില്ലേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ നിന്ന് എടുത്തിടാം. കാരണം അതൊരു എന്തോ പോലെ ഉണ്ട്, പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ രസമില്ല. സോ നമുക്ക് അത് എടുത്തേക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ തിരിച്ച് അതേ ലോഗോ തന്നെ വെച്ചേക്കാം. എന്നിട്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ എപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ. നമുക്ക് അത് ഇവിടെ വെച്ചേക്കാം. അപ്പം അധികം കാണൂല്ല. സോ അവിടെ നോട്ടെ. ഇനി നമുക്ക് ഓക്കെ, ഇതിൽ നമ്മളെ വുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വുഡ് എടുക്കുക. ഇനിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ ദിവസം മുന്നേ 1ാമത്തെ എപ്പിസോഡിലാണ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ സർപ്രൈസ് ഉണ്ടെന്ന്. സോ അതാണിനി. ഓക്കെ, സോ നിങ്ങൾ ഇനിയും കമൻറ്റ് ചെയ്യുക. ഇത് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ചിലപ്പോൾ 3ാമത്തെ എപ്പിസോഡ് ഇട്ട അന്നൊക്കെ ആയിരിക്കും. സോ ഞാൻ മൊത്തം നിങ്ങൾ പിന്നെ ഇട്ട കമൻറ്റൊന്നും ചിലപ്പോൾ ആയിണ്ടാവില്ല. സോ നമുക്ക് 5ാമത്തെ എപ്പിസോഡിൽ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്തു ഓരോ എപ്പിസോഡിൽ. ഓക്കെ, നമുക്കിത് എവിടെ ഉണ്ടാക്കാം? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കല്ലേ? കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവരൊക്കെ പേര് ഇവിടെ വെച്ചേക്കാം. ഇവിടെ ഇങ്ങനെ 2 ബ്ലോക്ക് ഓരോ കമൻറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്കിത് വലുതാക്കാം. അപ്പം അധികമൊന്നുമില്ല, ഒരു 5-6 കമൻറ്റൊക്കെ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്കാം. ഇനി നമുക്ക് ഇവിടെ സൈൻ ബോർഡ് വയ്ക്കാം. ഓക്കെ, സ്പൂസിൻ്റെ സൈൻ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ആൾക്കാരുടെ പേരും ഇവിടെ അടിക്കണം. ഫസ്റ്റത്തെ ആളെ പേര് എന്ന് വെച്ചാൽ ഫാക്ട് ക്രാഫ്റ്റർ ആണ്. സോ കമൻറ്റ് ചെയ്യുന്നതിന് താങ്ക്സ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അടുത്തത് ടാൻജീറോ കമാഡോ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക്സ്. പിന്നെ കമൻറ്റ് ചെയ്തിട്ടുള്ളത് മുഹമ്മദ് യസീനാണ്. താങ്ക്സ് ഫോർ കമൻറ്റിങ്. പിന്നെ കമൻറ്റ് ചെയ്ത ആരാ? അദ്വൈത് KJ ആണ്. സോ താങ്ക്സ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ന്യൂബ് മാസ്റ്റർ വീഡിയോസ്, നമ്മളെ യൂട്യൂബർ. ഓക്കെ, അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, പിന്നെ നമ്മളെ അവസാനത്തെ ആളെന്ന് വെച്ചാൽ രാത്രി ചെയ്ത് തുടങ്ങിട്ടാ നാവു. ഓക്കെ, അതും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ് ഫോർ കമൻറ്റിങ് ഗൈസ്. സോ ഇതുപോലെ തന്നെ ഇനിയും കമൻറ്റ് ചെയ്യുക, ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ ഒക്കെ വരും. ഓക്കെ, നമുക്ക് കിടന്നേക്കാം. സോ നല്ല രസമുണ്ടല്ലേ. ഓക്കെ, സോ ഷെയ്ഡർ ഇട്ട് നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ലാഗ് ഉണ്ടാവും, നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ വലിയ രസം ഉണ്ടാവില്ല, ലാഗ് ഉണ്ടായതിനെ കൊണ്ട്. സോ നിങ്ങൾ പറയും എങ്ങനെ കളിക്കണോ അതോ നമ്മൾ ഷെയ്ഡർ ഇല്ലാതെ കളിക്കണോ എന്ന്. ഓക്കെ, പിന്നെ ആരുമില്ല, നമുക്ക് ഇവിടെ വെച്ചേക്കാം. നമ്മളിപ്പോൾ ഇതേ എല്ലാവരുടെ കമൻറ്റും നമ്മളിതേ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്, ഡൈ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരുടെ പേരും കണ്ടോക്കാം. ഇതേ നിങ്ങളൊക്കെ ഈ സൈൻ ബോർഡിലുള്ള എല്ലാവരും കാണുന്നുണ്ട് എനിക്കറിയാം. നമുക്ക് ഷെയ്ഡറും ജസ്റ്റ് മാറ്റി വെക്കാം. ഇതണ്ട, ഇത്രയും ലെവലായിട്ടുള്ള ഷെയ്ഡർ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഇതന്നെ ഇത് ഭയങ്കര ലാഗ് ഉണ്ടാവും. കണ്ട, ഫ്രെയിംസൊക്കെ ഭയങ്കര കുറവാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഷെയ്ഡറൊന്നും നമുക്ക് ഇട്ട് കളിക്കാനില്ല. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റൂല, അല്ലാതെ എനിക്ക് കളിക്കാം. ഞാൻ റെക്കോർഡ് ചെയ്യാതെ കളിക്കുമ്പോൾ എനിക്ക് വലിയ ലാഗ് ഉണ്ടാവില്ല. ഞാൻ റെക്കോർഡും ഇത് അങ്ങനെ രണ്ടും കൂടി ആകുമ്പോഴാണ് പണിയാവുക. സോ നമുക്ക് ഈ ഷെയ്ഡർ തന്നെ ഇട്ടേക്കാം. ഈ ഷെയ്ഡർ വലിയ ലാഗ് ഇല്ലാത്ത ഷെയ്ഡറാണ്. കണ്ടാ, വലിയ ലാഗൊന്നുമില്ല. ഒരു 35 കണ്ടാ അത്ര FPS കിട്ടുന്നുണ്ട്. ചിലപ്പോൾ 60 കാണാം, 56 60 FPS ഇത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ, അതാണ് കാണാം, അതാണ് FPS. ജസ്റ്റിൽ എന്താ ഉള്ളത്, ഇന്ന് നമുക്ക് മോസ് കിട്ടിയിട്ടുണ്ടേ. മോസ് ഈ ഷുഗർ കെയിൻ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, കുറെ ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട് അവിടെ. പിന്നെ നമുക്ക് മോസും കിട്ടിയിട്ടുണ്ട്. ആ മോസ് നമുക്ക് വേണമെങ്കിൽ മറ്റേ ട്രീ ഒക്കെ ആക്കാം, അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആക്കാം നമുക്ക്. പിന്നെ ഞാൻ ഈ ഗ്രാസ് ഉണ്ടല്ലോ, ഈ മറ്റേ ലീവ്സ്, ഈ ലീവ്സ് മറ്റേ ബുഷി ആയിട്ടുള്ള ലീവ്സ് ഇട്ടണോ അതോ നോർമൽ ആയിട്ടുള്ള ലീഫ് ആക്കണോ എന്ന് നിങ്ങൾ കമന്റിൽ പറയും. സോ ഇതാണ് നോർമൽ ആയിട്ടുള്ള ലീഫ്. ഇതാണല്ലോ നേരത്തെ ഞാൻ ഇട്ടിരുന്നത്, ഒരു റിസോഴ്സ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടാണ് ഇങ്ങനെ ബുഷി ആയിട്ടുള്ള ലീവ്സ് വന്നത്. സോ നിങ്ങൾ ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ലീഫ് വേണോ അതോ മറ്റേ ബുഷി ലീവ്സ് വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ, ഇതാരപ്പോൾ വന്നിക്കണ്, നമ്മളെ വില്ലേജർ അണ്ണന്മാർ വന്നിട്ടുണ്ട്. ഇത് മറ്റേ ബാനറുള്ള ആൾ നിന്നുണ്ട്. ഇവൻ അടിച്ച് പായിപ്പിക്കാൻ കൊടുന്ന്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ബോട്ടിലിട്ടു റെയ്ഡ് നടത്താൻ. ഓക്കെ, നമുക്ക് അഡ്വാൻസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇവനും കൂടി ഒന്ന് കൊന്ന ഒരു ക്രോസ് ബോ വരുമോ? ക്രോസ് ബോ ശേ. നമുക്ക് റെയ്ഡ് ഫാം ഒക്കെ ഉണ്ടാക്കണം, തോട്ടങ്ങളൊക്കെ വാരി വിതറണം. ഓക്കെ, നമുക്ക് ഇത് അവിടെ മുകളിൽ കൊണ്ടയക്കേണ്ടി വരും. പിന്നെ നമുക്ക് ബാനർ കിട്ടിയിട്ടുണ്ട് മറ്റേ ചത്തപ്പോ. ഓക്കെ, നമുക്ക് മുകളിൽ കൊണ്ടയക്കാം. പിന്നെ ഈ ഒരു വീട്, ഈ ഒരു ട്രീ ഹൗസ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റിൽ പറയും. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്ന ഗൈസ്. ഓക്കെ, നമുക്കിത് എവിടെ വെക്കാം? ഇവിടെ വെച്ചേക്കാം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സോ ബൈ.